എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീ ബൈജു തൊട്ടാല, ഈ ആണവ കേന്ദ്രങ്ങളായാലും അമേരിക്കയ്ക്ക് പറയാം ഞങ്ങൾ ആണവ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളായാൽ പോലും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണം ആ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്, സംശയമില്ല. ഇവിടെ അതിനുശേഷം ഇറാൻ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ ട്രംപ് പറഞ്ഞു വെച്ചത് 2 ആഴ്ച കാത്തിരിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഉയർന്ന സംശയം, എന്തിനാണ് ഈ 2 ആഴ്ച എന്ന സമയപരിധി? ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലുണ്ടായിരുന്നു എന്ന് കരുതണം. ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോരാടുന്നത് എന്ന് പറഞ്ഞു എങ്കിൽ പോലും അമേരിക്ക ഇടപെടണമെന്ന കാര്യത്തിൽ. അപ്പോൾ ഈ 2 ആഴ്ച സമയപരിധി ട്രംപ് വെച്ചത് എന്തിന് എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഈ 10-ാം ദിവസം ആക്രമണത്തിന് മുൻകൈയെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഈ ഒരു ആക്രമണം ഇത്രയും വേഗം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം ഇത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കില്ല. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ കാണേണ്ടത് നെതന്യാഹു എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. നെതന്യാഹു വാസ് ആക്ച്വലി ബുളീഡ് ട്രംപ് ഇൻടു ഇറ്റ്. അതായത് ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നെതന്യാഹുവിന് എന്താണ് ആവശ്യം? നെതന്യാഹുവിന് അവിടുത്തെ ന്യൂക്ലിയർ ഡിസാർമെന്റ് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ റെജീം ചേഞ്ചും ഉണ്ടാവും. ഇപ്പോ നമ്മൾ ഈ ട്രംപ് പറയുന്ന വേർഷൻ എടുക്കുകയാണെങ്കിൽ ട്രംപ് ന്യൂക്ലിയർ ഡിസാർമമെന്റിന് വേണ്ടിയാണോ ഇപ്പോ അറ്റാക്ക് ചെയ്തത്, അതോ റെജീം ചേഞ്ചിന് വേണ്ടിയാണ്? ഇപ്പോ ഈ ഓൾമോസ്റ്റ് എല്ലാ മീഡിയയും ഈ ആക്ഷൻ തെറ്റായി പോയി, ഇതിൽ അമേരിക്ക ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈവൻ UN സെക്രട്ടറി ജനറൽ റേസ്ഡ് ഹിസ് കൺസേൺ അബൌട്ട് US അറ്റാക്ക് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ കൺസേൺ അദ്ദേഹം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പം ബ്രിട്ടനിൽ ഈ ഡീഎസ്കലേഷനിലേക്ക് പോകണം, ഇതിങ്ങനെ കൊണ്ടുപോകരുത് എന്ന് എല്ലാ രാജ്യങ്ങളും പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് US-ന്റെയും ഇസ്രായേലിന്റെയും ഹെഗമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു അറ്റാക്കായി മാത്രമാണ് ഞാനിതിനെ കാണുന്നത്. ഇതിന്റെ നമ്മൾ ഇപ്പം ഇതിനെ കാണേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങി. ഇന്ന് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇസ്താംബുളിൽ നടത്തിയ കോൺഫറൻസിൽ അയാൾ പറഞ്ഞ എന്താണ്? വി വേർ അറ്റ് നെഗോഷിയേഷൻ, ഞങ്ങൾ നെഗോഷിയേഷന്റെ ഇടയ്ക്കായിരുന്നു. അതായത് പ്രത്യക്ഷ യുദ്ധം ആഗ്രഹിക്കാതിരുന്ന അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്ന തന്ത്രം അത് വളരെ വിജയകരമായി നെതന്യാഹു പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും അത് ഇതിൽ കാണേണ്ടത് മറ്റൊന്നുമല്ല, നെതന്യാഹു എന്നുള്ള കനൈവിംഗ് പൊളിറ്റീഷ്യൻ, ആ വേർഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കനൈവിംഗ് പൊളിറ്റീഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം മിഡിൽ ഈസ്റ്റ് അപ്സ്പ്രിങ്ങിനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കൃത്യമായി ഈ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് വളരെ ലോജിക്കലായ കാര്യമാണ്. വി വേർ അറ്റ് നെഗോഷിയേഷൻ ആൻഡ് ദെൻ വി വേർ അബൌട്ട് ടു ഹാവ് എ മീറ്റിംഗ് ഇൻ ഒമാൻ. ആൻഡ് ഞങ്ങളെ ആ സമയത്ത് അറ്റാക്ക് ചെയ്തു. അതെന്തിനാണ് അറ്റാക്ക് ചെയ്തത്? ഓക്കെ, ന്യൂക്ലിയർ വയലേഷൻസ് പറഞ്ഞ എല്ലാം നമ്മൾ ഐ വുഡ് കൺസീഡ്. അത് പറയുമ്പോൾ തന്നെ നെഗോഷിയേഷൻ നടക്കുമ്പോൾ ആ നെഗോഷിയേഷന്റെ ഇടയ്ക്ക് വെച്ച് കയറി അറ്റാക്ക് ചെയ്യാണ്, ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ അറ്റാക്ക് ചെയ്യണം. അതെന്തിനായിരുന്നു അറ്റാക്ക് ചെയ്തത്? അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഈ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ആണ്. അവിടെ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ ഒരാളുടെ കല്യാണം മാറ്റിയൊക്കെ ഉണ്ടായി വന്നു. നോക്കണം, ആളുകൾ ചത്തോണ്ടിരിക്കുകയാണ്, പിള്ളേരും കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹം അതിനെ കമ്പയർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണോ കൊച്ചുമകന്റെ കല്യാണോ മാറ്റിവെച്ചതുമായിട്ടാണ്. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ടത് ബയലാറ്ററൽ എഗ്രിമെന്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമസിയിലൂടെയാണ്. ഇപ്പോ ഇറാൻ പറയുന്നത് എന്താണ്? UN ചാർട്ടർ ഹാസ് ഗോൺ. ഇനി അവർക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതിൽ ലീഡ് ചെയ്യേണ്ട അമേരിക്ക 2 weeks ടൈം ഉണ്ടെന്ന് പറയുകയും ഔട്ട് ഓഫ് ദ ബ്ലൂ ഓൺ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷൻ ആണ്. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് റിട്ടാലിയേഷനിൽ ഈ ഏത് ഭാഗത്തോട്ടാണ് ലോക രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നത് നോക്കണം. ഒരു വെസ്റ്റേൺ കൺട്രിയും ട്രംപിന്, ഞാൻ ഇപ്പോൾ 2 പേരിൽ നിന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ ഈ ട്രംപിന് അതിൻ്റെതായ കാരണമുണ്ട്. ഒന്ന് ശ്രീജിത്ത് പണിക്കറും ഒന്ന് നെതന്യാഹുവാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് ട്രംപിന് അതിനുള്ള അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കാണും, ആ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഞാൻ ഇന്നലെ ഈ അറ്റാക്ക് നടക്കുമ്പോൾ TV കാണുകയാണ്. ഏതാണ്ട് ഈ വെസ്റ്റേൺ മീഡിയ മുഴുവൻ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കൃത്യമായി ഈ പ്രശ്നം ഇങ്ങനെയായിരുന്നു അഡ്രസ് ചെയ്യേണ്ടത്. നെഗോഷിയേഷൻ നടക്കുന്നു. ബ്രിട്ടൻ ഇവിടുന്ന് ഡേവിഡ് ലാമി പ്രൈം മിനിസ്റ്റർ ഇവരൊക്കെ പോയി ട്രംപിനോട് പറയുന്നു നമുക്ക് ഇപ്പൊ അടിക്കാൻ പോകരുത്, ഇത് നമുക്ക് നെഗോഷിയേഷനിൽ തീർക്കാം. പിന്നെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ
അമേരിക്കയെ പ്രീതിപ്പെടുത്തി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് എത്ര കണ്ട് സത്യമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. രണ്ട്, ഈ ഫോറിൻ പ്രൈം മിനിസ്റ്റർ, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഇപ്പൊ അയാള് ട്രംപിനെ പുടിനെ കാണാൻ പോവുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ സംഭവം എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നാളെ അവർ തമ്മിൽ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ചൈന റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല സർ. തൽക്കാലം റഷ്യക്ക് ഇടപെടാനുള്ള ആരോഗ്യമൊന്നുമില്ല. അവർ മറ്റൊരു യുദ്ധത്തിന് നിഴലിലാണ്. താങ്കൾ പറഞ്ഞതിന് ശ്രീത്തിന്റെ ഒരു മറുപടി കൂടി കേട്ട് താങ്കളിലേക്ക് വരാം. ശ്രീത്തിന്റെ ഒരു മറുപടി കേൾക്കണം. കാരണം ശ്രീത്ത് യഥാർത്ഥത്തിൽ നെതന്യാഹു വലിച്ചിഴക്കിയായിരുന്നു US